മഴത്തോരു മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റാൻലിയും അലീനയും ബബിതയും കൂടി എൽസമ്മയെ കാണുവാൻ വേണ്ടി അഞ്ചലിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെ അവർ കണ്ട സാഹചര്യങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു. എൽസമ്മ കിടക്കുന്ന മുറിയിലേക്ക് കയറിയപ്പോൾ മനം പുരട്ടലുണ്ടാക്കുന്ന ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു. വെന്റിലേഷനിലൂടെ കടന്നു വരുന്ന പകൽ വെളിച്ചം മാത്രമേ ഉള്ളൂ മുറിയിൽ. സ്റ്റാൻലിയുടെ പിന്നാലെ അകത്തേക്ക് കയറിയ ബബിത ശുദ്ധവായുവിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുകയാണ്. അലീന ചുമരിലെ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റിട്ടു. കട്ടലിൽ വസ്ത്രങ്ങൾക്കിടയിൽ കുഴഞ്ഞു കിടക്കുന്നൊരു മനുഷ്യരൂപം. സ്റ്റാൻലി അത് കണ്ട് ഞെട്ടിപ്പോയി. കുഴിയിലാണ്ടുപോയ കണ്ണുകളും ഉന്തിയ കവിളല്ലുകളും ഒട്ടിയ കവിളുകളും മരണത്തിന്റെ വിളർച്ചയുമായി ഒരു മുഖം. എൽസമ്മയുടെ കടവായിലൂടെ ഉമിനീരൊലിച്ചിറങ്ങുന്നു. മുഖം ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നു. തെരുവോരത്ത് മാലിന്യങ്ങൾ തളം കെട്ടിയ ഓടയ്ക്ക് സമീപം മെലിഞ്ഞ് എല്ലരിച്ച് ചാവാറായി കിടക്കുന്ന ഒരു മൃഗം. ചുറ്റും കൂടിയവരെ നോക്കുന്നത് പോലെ അവർ കണ്ണുമിഴിച്ചു നോക്കുകയാണ്. കട്ടിലിന് കീഴിൽ മലിനജലം തളം കെട്ടിക്കിടക്കുന്നു. മുറിയിലെമ്പാടും ഈച്ചയാർക്കുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് താൻ കണ്ട രൂപമേ അല്ലെന്ന് സ്റ്റാൻലി ഉൾക്കിടിലത്തോടെ ഓർത്തു. പെട്ടെന്ന് അയാൾ ആ മുറി വിട്ടിറങ്ങി. അയാളുടെ പിന്നാലെ അലീന സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റാൻലി വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി നിൽക്കുകയാണ്. ആ മുഖത്ത് ആരോടെല്ലാമോ കടുത്ത വെറുപ്പും അമർഷവും ഇരമ്പുന്നുണ്ടായിരുന്നു. അലീന അരികെ ചെന്ന് സൗമ്യമായി അയാളുടെ കരം ഗ്രഹിച്ചു. എന്നിട്ട് പറയുകയാണ്, സാരമില്ല പപ്പ, പപ്പ സമാധാനമായിട്ട് പൊയ്ക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. സ്റ്റാൻലി മകളുടെ മുഖത്തേക്ക് നോക്കി ഇടത് കൈകൊണ്ട് അവളെ ആശ്ലേഷിച്ചു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അത് പറയുമ്പോൾ സ്റ്റാൻലിയുടെ സ്വരമിടറി. പെട്ടെന്ന് മുഖം തിരിച്ചയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. അടുത്ത എപ്പിസോഡിലേക്ക് പോവുകയാണ്. അതിനു മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ എനിക്ക് നൽകുന്ന സപ്പോർട്ട് അത് ഏറ്റവും വലുതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ നൽകി നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുകയും വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം സഹോദരി സഹോദരന്മാർ, അമ്മമാർ, പെങ്ങന്മാർ, അനുജന്മാർ, അനുജത്തിമാർ എല്ലാവരോടും ഒരുപാട് നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ഊഷ്മളമായ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. മഴത്തോരു മുൻപ് എന്ന പരമ്പരയുടെ ഇനി വരുവാൻ പോകുന്ന മിക്ക എപ്പിസോഡുകളും അത്യന്തം ഉദ്യോഗജനകമാണ്. ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളാണ് ഓരോ എപ്പിസോഡുകളിലും കാണുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഓരോന്നും മിസ് ചെയ്യാതെ കാണുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസമായി എനിക്ക് ധാരാളം ആൾക്കാർ മെസ്സേജുകൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇൻബോക്സിൽ ധാരാളം പേർ മെസ്സേജ് അയച്ചിട്ട് പല നോവലുകളും ഇതുപോലെ വീഡിയോ രൂപത്തിൽ ഇറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. വലിയൊരു കൂട്ടം ആൾക്കാർ ഒരു പരമ്പരയായി പുറത്തിറങ്ങിയ മഞ്ഞുരുകും കാലം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ പലരും മറ്റു ചില നോവലുകളും ആവശ്യപ്പെടുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കീഴിലുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിലേക്ക് പോകാം. ബബിതയ്ക്ക് അലീനയെ അഞ്ചലിൽ വിട്ടിട്ട് കുളത്തുപുഴയിലേക്ക് മടങ്ങുവാൻ മടിയുണ്ടായിരുന്നു. അലീന അവളെ ആശ്വസിപ്പിച്ചു. ആഗ്രഹിക്കുമ്പോഴൊക്കെ നിനക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്നും രാവിലെ ഇങ്ങോട്ട് വാ, ഉച്ചതിരിഞ്ഞങ്ങ് തിരികെ പോകാം. ബൈജുവിനോട് പറഞ്ഞാൽ കൊണ്ടുവന്ന് വിടും. അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറിയിരുന്നാൽ 1 മണിക്കൂർ. അപ്പോൾ ബബിത, അതൊക്കെ ശരിയാ ചേച്ചി, എന്നാലും ചേച്ചി ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തൊരു നാറ്റോ ആ മുറിക്കുള്ളിൽ. അവരിനി രക്ഷപ്പെടുമോ ചേച്ചി? എനിക്കറിയില്ല മോളെ, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാം ഞാൻ. എൻ്റെ ചേച്ചി, എനിക്ക് 2 മിനിറ്റ് ആ മുറിക്കകത്ത് നിൽക്കാൻ പറ്റില്ല. ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എന്തൊരു കഷ്ടപ്പാട് അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ. മോളോ, ഞാൻ അവിടുന്നല്ലേ വന്നത്. എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാത്. ഓരോരോ രോഗത്തിന് അടിമപ്പെട്ട് മരണം കാത്തുകിടക്കുന്ന അനാഥരായ കുറെ വൃദ്ധജനങ്ങളുണ്ടായിരുന്നു സ്നേഹനികേതനിൽ. ചിലർ വെറും ശ്വാസം മാത്രമായിട്ട് എത്രയോ ദിവസം കിടന്നു. ബ്രിജിത്തമ്മയും ഞാനും രേവതിക്കുട്ടിയുമൊക്കെയാ അവരെ നോക്കിയിരുന്നത്. ഷോ, ചേച്ചിക്ക് അറപ്പൊന്നും തോന്നില്ലേ? മോളെ, നമ്മളിൽ ആർക്കും ഇങ്ങനെ ഒരു ദുർവിധി ഏത് സമയത്തും വരാം. ആ ഒരു വിചാരം വേണം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നങ്ങ് താനെ മാഞ്ഞു പോകും. ബബിത ഒരു ദീർഘനിശ്വാസം എടുത്തു. അലീന പപ്പയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറയുകയാണ്, പപ്പ, എൻ്റെ കാര്യം ഓർത്ത് ഒരു വിഷമം വിചാരിക്കണ്ട കേട്ടോ. ഈ ജോലി എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാറ് കൊണ്ടുപോകുന്നില്ല, അതിവിടെ കിടക്കട്ടെ. നിനക്കതുകൊണ്ട് ആവശ്യം വരും. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല പപ്പ. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാവുന്നതല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ടൗണിൽ പോകേണ്ടി വരും, മാർക്കറ്റിൽ പോകേണ്ടി വരും. കാറുള്ളതാണ് നല്ലത്. ചിലപ്പോൾ എൽസമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പോലും വന്നേക്കാം. പപ്പയ്ക്ക് നിർബന്ധമാണെങ്കിൽ കുളത്തുപുഴ ചെന്നിട്ട് ബൈജുവിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടാൽ മതി. സ്റ്റാൻലി അത് അംഗീകരിച്ചു. അയാൾ പറയുകയാണ്, ഞാൻ പോയിട്ട് വൈകുന്നേരം വരാം. പപ്പ എന്തിനാ വരുന്നത്? വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പപ്പയെ വിളിച്ചോളാം. പക്ഷേ പപ്പ പൈസ തന്നില്ല. ഓ, ഞാനതിപ്പോൾ മറന്നുപോയനെ. അയാൾ പേഴ്സിൽ നിന്നും പണമെടുത്ത് അലീനയുടെ ഹാൻഡ് ബാഗിൽ വെച്ച് കൊടുത്തു. അലീന അതെടുത്ത് എണ്ണാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് കുറച്ചിൽ തോന്നി. അയാൾ ചോദിക്കുക, എന്തിനാ എണ്ണുന്നത്? ഉടനെ അലീന ഒരു കുസൃതി ചിരിയോടെ ചോദിക്കുകയാണ്, ഓ, 450 രൂപയേ ഉള്ളൂ അല്ലേ? 450? മുഴുവൻ 500 രൂപ നോട്ടുകളാ, 10,000-ൽ കൂടുതലുണ്ട്.
എൻ്റെ പപ്പായെ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് എത്ര നാളായിട്ട് പറയുന്നു. പപ്പ 1,00,000 രൂപ എൻ്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരുമോ? ഒരിക്കലുമില്ല. 450 തന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പപ്പ സമ്മതിക്കുമോ? ഇല്ല. പപ്പ അങ്ങനെ സമ്മതിക്കുമെങ്കിൽ എണ്ണണ്ട. സമ്മതിക്കാൻ മനസ്സില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എണ്ണണം. അവൾ അത് എണ്ണിത്തീർത്തു. 13,500 രൂപ. അലീന പറയുകയാണ്, തൽക്കാലം ഇത് മതി. ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഇനിയും പണം വേണ്ടി വരുമോ? അതിൻ്റെ ആവശ്യം സ്റ്റാൻലിക്ക് മനസ്സിലായില്ല. ഒരാൾ ഭക്ഷണം പോലും വേണ്ടാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. മരുന്ന്, ഡോക്ടർ, പരിശോധനകൾ എത്രയാണെന്ന് പറഞ്ഞാലും സ്റ്റാൻലിയുടെ കണ്ണുകളിലെ സംശയത്തിൻ്റെ അർത്ഥം അലീനയ്ക്ക് മനസ്സിലായി. പൈസയൊക്കെ ഇനിയും വേണ്ടി വരും പപ്പ. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. പിന്നീട് പറയാം. ഇപ്പം പറഞ്ഞാൽ പപ്പയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. സ്റ്റാൻലി പിന്നീട് ഒന്നും ചോദിച്ചില്ല. കാറിൽ കയറുവാൻ നേരം ബബിത പറഞ്ഞു, ചേച്ചി വൈകിട്ടങ്ങ് വരണേ. ഇന്ന് എന്തായാലും വരാൻ പറ്റില്ല മോളെ, നാളെ വരാം. എന്നാൽ ബൈജു ചേട്ടൻ കാറ് കൊണ്ടുവരുമ്പോൾ ഞാനും കൂടെ വരട്ടെ ആ കാറിൽ? അയ്യോ ഇന്ന് വേണ്ട, നാളെ ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ അടുത്ത് തന്നെ ഇല്ലേ, ഒത്തിരി ദൂരമൊന്നും അല്ലല്ലോ. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ചേച്ചി, കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട്. അങ്ങനെ സങ്കടം വരുമ്പോഴേ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നീ ഉറങ്ങുന്നത് വരെ ഞാൻ സംസാരിച്ചോളാം. ഫോണിൽ കൂടി ഒരു താരാട്ട് കൂടി പാടി ഉറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അലീന പുഞ്ചിരിയോട് ഇത് പറഞ്ഞിട്ട് ബബിതയുടെ നേരെ കൈവീശി കാണിച്ചു. സ്റ്റാൻലി കാറിൽ കയറിയിട്ട് വീടിന് നേർക്കൊന്ന് നോക്കി. ടോജോ മൂക്കിൽ വിരലിട്ട് കിള്ളിക്കൊണ്ട് സിറ്റൗട്ടിലെ തൂണിൽ ചാരി നിസ്സംഗനായി നിൽപ്പുണ്ട്. ടെൽസയാണെങ്കിൽ അലീനയുടെ ഷാള് പിടിച്ച് ഭംഗി നോക്കുകയാണ്. കൈ ഉയർത്തി പോവുകയാണ് എന്ന ആംഗ്യം കാട്ടിയിട്ട് സ്റ്റാൻലി കാറോടിച്ചു പോയി. റീത്താമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ആരൊക്കെയോ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് അലീന കണ്ടു. റീത്താമ്മയും ഒരു യുവാവും ഒരു പെൺകുട്ടിയും. അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അവർ നിരീക്ഷിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇന്നലെ വീടിൻ്റെ ടെറസിലായിരുന്നു സൂക്ഷ്മ വീക്ഷണം. അലീന ടെൽസയെ കൂട്ടി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇന്നലെ കിട്ടിയ സമയം കൊണ്ട് അവൾ വീടിൻ്റെ ഉൾഭാഗം, പ്രത്യേകിച്ച് ഹാളും ബെഡ്റൂമുകളും ഒരുവിധം ചിട്ടപ്പെടുത്തിയിരുന്നു. അലീന ടോജോയെ വിളിച്ച് റൂമിലേക്ക് വരുത്തി. എൽസമ്മ കിടക്കുന്ന മുറിയിൽ നിൽക്കുവാൻ അവന് മടിയുണ്ടായിരുന്നു. അലീന അവനോട് പറഞ്ഞു, മമ്മിയെ ചികിത്സിച്ച ഡോക്ടറുടെ കാർഡും മരുന്നിൻ്റെ കുപ്പികളും മരുന്നുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ടോജോ പറയുകയാണ്, മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളതെല്ലാം റീത്താമാൻറ്റിയുടെ കയ്യിലാണ്. ഇവിടെ ഒരു സാധനവും ഇല്ലടാ. കോട്ടണില്ല, ലോഷനില്ല, ഓയിൻമെൻ്റ് ഇല്ല, ഇത്തിരി ഡെറ്റോൾ പോലും ഇല്ല മമ്മിയുടെ മുഖമൊന്ന് തുടയ്ക്കുവാൻ. ഇത്തിരി പഴംതുണിയെങ്കിലും ഉണ്ടോ? ടോജോ ഉടൻ തന്നെ മുറി വിട്ടുപോയി. അലീന എൽസമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എൽസമ്മയും നോക്കുന്നുണ്ടായിരുന്നു തന്നെ. താൻ വന്നതും മുറിയിൽ നിൽക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അലീന ഊഹിച്ചു. അവരുടെ കണ്ണിൽ എതിർപ്പാണ് കാണുന്നത്. അലീന നോക്കിയപ്പോൾ അവർ കണ്ണുകൾ അടച്ചു കളഞ്ഞു. ടോജോ എവിടെ നിന്നോ ഒരു കഷ്ണം പഴംതുണി കൊണ്ടുവന്ന് കൊടുത്തു. അലീന കുനിഞ്ഞ് എൽസമ്മയുടെ മുഖമൊപ്പി. ഇടതുവശത്തെ കടവായ്ക്കോണിലൂടെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്ന ഉമിനീരും തുടച്ചു. നാറ്റം വമിക്കുന്ന തലയണയുടെ ഒരു ഭാഗം ഉമിനീർ വീണ് കുതിർന്നിരുന്നു. അലീന അപ്പോൾ ടോജോയോട് പറയുകയാണ്, നമുക്ക് കടയിലേക്കൊന്ന് പോകേണ്ടി വരും. ടോജോ എൻ്റെ കൂടെ വരണം കേട്ടോ. ഉടനെ ടെൽസ, ഞാനും വരും. അയ്യോ ഇവിടെ ആരും ഇല്ലാതെ എങ്ങനെയാ? ശരി, ടോജോ വരണ്ട, ഞാനും ടെൽസയും കൂടെ പോയിക്കൊള്ളാം. നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. പോരാ പോരാ, വേറെ ഡ്രസ്സ് ഇടണം. അതിനു മുൻപേ നീ ഒന്ന് മേല് കഴുകുകയും വേണം. എന്നാൽ ഞാൻ വരുന്നില്ല. എടി മടിച്ചി, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, ഇങ്ങു വാ. അലീന അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുട്ടികളുടെ ബെഡ്റൂമിനോടനുബന്ധിച്ചുള്ള കുളിമുറിയുടെ നേർക്ക് നീങ്ങി. ടെൽസ എതിർപ്പിൽ കിണുങ്ങിക്കൊണ്ട് അവളെ അനുഗമിച്ചു. ടെൽസയെ ഒരുക്കി ഇറക്കി ഓട്ടോറിക്ഷ പിടിച്ച് അലീന ടൗണിലെത്തി. അവളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും സ്റ്റേഷനറി കടയിൽ നിന്നും പലവ്യഞ്ജന കടയിൽ നിന്നും മറ്റുമായി സാധനങ്ങളെല്ലാം വാങ്ങി. അതിനിടയിൽ ടെൽസ ചോക്കോബാർ വേണമെന്ന് പറഞ്ഞ് അവളെ തോണ്ടി. അലീന ഒരു കോഫി ബാറിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി മിൽക്ക് ഷേക്കും ചോക്കോബാറും വാങ്ങിക്കൊടുത്തു. തുടർന്ന് ഓട്ടോറിക്ഷ പിടിച്ച് തന്നെ അലീന സാധനങ്ങളുമായി വീട്ടിലെത്തി. അലീന ബാഗ് എടുത്ത് അതിൽ നിന്നും തൻ്റെ ഡ്രസ്സ് എടുത്ത് മാറ്റി ധരിച്ചു. അതിനുശേഷം എൽസമ്മയുടെ റൂമിലേക്ക് കയറി. മുറി കഴുകുവാനുള്ള വെള്ളം പിടിച്ച് സോപ്പ് പൊടി കലക്കി ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ലോഷൻ കലർത്തി വെച്ചു. എൽസമ്മയുടെ ദേഹം തുടയ്ക്കുവാനുള്ള വെള്ളം ചൂടാക്കി അതിൽ ഡെറ്റോൾ ഒഴിച്ചു. കോട്ടനും ടവലും എല്ലാം അവൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. മുറിയിലെ പൊട്ടിപ്പൊളിഞ്ഞ ടീപ്പോ മാറ്റിയിട്ട് ലിവിംഗ് റൂമിൽ കിടന്നത് എടുത്ത് മുറിയിലിട്ടു. ഇത്രയും ആയപ്പോഴേക്കും റീത്താമ്മയുടെ നിഴൽ മുറിയുടെ വാതിലിനപ്പുറം വീണു. അലീന നോക്കിയപ്പോൾ മുൻപ് അവരുടെ സിറ്റൗട്ടിൽ കണ്ട യുവാവുമുണ്ട് പിൻപിൽ. റീത്താമ്മ ക്രോദ്ധയായി അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, നിനക്കെന്താടി ഇവിടെ കാര്യം? ഉടനെ ഉരുളക്കുപ്പേരി പോലെ തിരിച്ച് അലീന അങ്ങോട്ടും ചോദിച്ചു, നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ഇതെൻ്റെ അനുജത്തിയുടെ വീടാണ്. ഓഹോ, അത് ശരി. എന്നാലേ എൻ്റെ പപ്പയാണ് നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ്. എൻ്റെ പപ്പയുടേതാണ് ഈ വീട്. എടി നിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എൽസമ്മ ആൻറ്റിയെ നോക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ അനുജത്തിയെ നോക്കാൻ അവളുടെ പ്രായമായ മക്കളുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ ആങ്ങളമാരുണ്ട്, അവരുടെ മക്കളുമുണ്ട്. നീ ആരാ എൽസമ്മയുടെ? നിനക്കെന്താ അവകാശം? എന്നെ ഇവിടേക്ക് അയച്ചതേ എൻ്റെ പപ്പയാണ്. നിന്റെ ഒരു പപ്പ? ഏതോ ഒരുത്തിക്ക് പിഴച്ചു പറ്റുണ്ടായ നീയും അതിന് കാരണക്കാരനായ നിന്റെ പപ്പയും.
ഇതുവരെ എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? ഈ വഴിക്കങ്ങ് കണ്ടില്ലല്ലോ. ഇതുവരെ ഞങ്ങളാ എൽസമ്മയുടെ കാര്യമൊക്കെ നോക്കിയത്. ബാക്കി നോക്കാനും ഞങ്ങൾക്ക് തന്നെ അറിയാം. നിന്റെ സേവനമൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. അത് തീരുമാനിക്കേണ്ടതേ എൻ്റെ പപ്പയാ, നിങ്ങളല്ല. നിങ്ങൾ അനുജത്തിയെ നോക്കിയ വിശേഷമൊന്നും കൂടുതൽ പറയണ്ട. നാറിയിട്ട് ആ കട്ടിലിൻ്റെ അടുത്തേക്ക് അടുക്കാൻ വയ്യ. പുഴുക്കൾ അരിക്കുന്നുണ്ടല്ലോ അവരെ കിടത്തിയ പായിലും പ്ലാസ്റ്റിക് ഷീറ്റിലും. താഴെ തളം കെട്ടി കിടക്കുന്നത് മൂത്രമല്ലേ? നിങ്ങളുടെ ഈ മാതിരിയുള്ള ശുശ്രൂഷയിൽ നിങ്ങളുടെ അനുജത്തെ എത്ര ദിവസം കൂടെ ജീവിച്ചിരുന്നേനെ? നിങ്ങളുടെ പട്ടി ചാകാൻ കിടന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ പരിഗണന നിങ്ങൾ അതിനോട് കാണിക്കുമായിരുന്നല്ലോ. എൻ്റെ പപ്പയുടെ കയ്യിൽ നിന്നും എത്ര രൂപ നിങ്ങൾ വാങ്ങി ഇവരെ ചികിത്സിക്കാൻ വേണ്ടി? എന്നിട്ടൊരു വാട്ടർ ബെഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നിയില്ലല്ലോ. ബെഡ്സോർ വന്നവളുടെ പുറം പൊട്ടി പൊളിഞ്ഞു തുടങ്ങിയല്ലോ. ഞാനൊരു അനാഥാലയത്തിൽ ജീവിച്ചവളാ. അവിടെ ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന പാവങ്ങളെ ഞങ്ങൾ ഇതിനേക്കാൾ എത്ര നന്നായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ അലീനയുടെ ധാർമ്മിക രോഷം മുഴുവനും വാക്കുകളായി പുറത്തേക്ക് തിളച്ചു തൂകി. ഉടനെ റീത്താമ്മയുടെ അരികിൽ നിന്ന യുവാവ് പറയുകയാണ്, മമ്മി അവളോട് തർക്കിക്കാൻ നിൽക്കണ്ട, വാ നമുക്ക് വേറെ വഴി നോക്കാം. അവർ രണ്ടുപേരും കൂടി ഉടനെ തിരിച്ചു പോവുകയും ചെയ്തു. അലീന തൻ്റെ ജോലി തുടർന്നു. എൽസമ്മയുടെ ഡ്രസ്സ് കുറേശ്ശെയായി അഴിച്ചു മാറ്റി. വ്രണങ്ങൾ പൊറ്റ കെട്ടി തുണിയോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരുന്നതിനാൽ പഞ്ഞി ചൂടുവെള്ളത്തിൽ മുക്കി കുതിർത്ത് പതിയെ അടർത്തിയെടുക്കേണ്ടി വന്നു. വാരിയെല്ലുകളെ ചുറ്റി നട്ടലിന് താങ്ങായിട്ടിരുന്ന പ്ലാസ്റ്റർ ശരീരം ശോഷിച്ചു പോയതുപോലെ ചതഞ്ഞു പൊടിഞ്ഞിരുന്നു. അലീന ഒരു കത്തി കൊണ്ട് അത് മുറിച്ചു മാറ്റി. തുടർന്ന് എൽസമ്മയുടെ എല്ലിച്ച ശരീരം ചരിച്ചു കിടത്തി. പഞ്ഞി ഡെറ്റോളിൽ മുക്കി പുറം ഭാഗം വൃത്തിയായി തുടച്ചു. ബെഡ്സോർ വന്ന ഭാഗങ്ങൾ പപ്പടത്തിൻ്റെ വട്ടത്തിൽ കറുത്ത് കരിവാളിച്ച് കാണപ്പെട്ടു. അലീന പഞ്ഞി മുക്കി തുടച്ചപ്പോൾ കരിന്തൊലി ഇളകി പഴുത്ത വ്രണങ്ങൾ ദൃശ്യമായി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ കുറേ നിമിഷങ്ങളോളം സ്തംഭിച്ചു നിന്നുപോയി. തൽക്കാലം വ്രണം കുത്തിയിളക്കാതെ പഞ്ഞിയിൽ അയഡിൻ പുരട്ടി പതിച്ചു വെച്ചു. അരയ്ക്ക് കീഴ്പോട്ടുള്ള വസ്ത്രങ്ങൾ മാറ്റി ഡെറ്റോൾ ഒഴിച്ച് ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി തുടച്ചു. എൽസമ്മയുടെ കാലുകളിലും ബെഡ്സോറിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. കുട്ടികളുടെ മുറിയിൽ കിടന്ന ഒരു കട്ടിൽ ടോജോയുടെ സഹായത്തോടെ അവൾ മുറിയിലെത്തിച്ചു. അതിൽ വൃത്തിയുള്ള പായും പുതിയ ഷീറ്റും വിരിച്ച ശേഷം അതിലേക്ക് എൽസമ്മയെ മാറ്റി കിടത്തി. എൽസമ്മ കിടന്ന കട്ടിൽ കുട്ടികളുടെ സഹായത്തോടെ എടുപ്പിച്ച് വീടിന്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയിട്ടു. അതുവരെ ഉപയോഗിച്ചിരുന്ന പുതപ്പും ഷീറ്റും പായും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുവാൻ ടോജോയെ പറഞ്ഞേൽപ്പിച്ചു. ചൂടുവെള്ളത്തിൽ ഷാമ്പു ചേർത്ത് എൽസമ്മയുടെ തല കഴുകി തുടച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കിടത്തിയ ശേഷം അലീന സോപ്പ് വെള്ളം ഉപയോഗിച്ച് മുറിയുടെ തറയും ഭിത്തിയും കഴുകി. ലോഷൻ വെള്ളത്തിൽ കലർത്തി വൃത്തിയായി തുടച്ചു. അതിനുശേഷം വെളിയിൽ പോയി അതുവരെ എൽസമ്മ കിടന്ന കട്ടിൽ തേച്ച് കഴുകി വെടിപ്പാക്കി വെയിലത്തുണങ്ങാനിട്ടു. അപ്പോഴേക്കും ബൈജു കുളത്തുപുഴയിൽ നിന്നും കാറുമായി എത്തി. അവൻ കാറിൽ നിന്നും ഒരു ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് എടുത്ത് അവളെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഔതക്കുട്ടിച്ചായൻ തന്നയച്ചതാ, ഉച്ചഭക്ഷണമാ, പൗലോസിയേട്ടനെ കൊണ്ടാ പായ്ക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എനിക്ക് മാത്രമേ ഉള്ളോ? അല്ല, ചിലപ്പോൾ പിള്ളേർക്ക് കൂടെ കാണും. ബൈജു കഴിച്ചോ? ആ, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാ പോകുന്നത്. ബൈജുവിന് ഉടനെ തിരിച്ചു പോണോ? നിൽക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നിൽക്കാം. എനിക്ക് ബൈജുവിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഊണിന് ശേഷം അലീന ടോജോയെയും കൂട്ടി ടൗണിലേക്ക് പോകുവാൻ ഇറങ്ങി. അവൾക്ക് ഹോസ്പിറ്റലിൽ പോയി എൽസമ്മയെ ചികിത്സിച്ച ഡോക്ടറെ കാണണമായിരുന്നു. ബൈജു കാർ ഓടിച്ചു. ടോജോയ്ക്കാണ് ഹോസ്പിറ്റലും ഡോക്ടർമാരെയും പരിചയമുള്ളത്. 3 ഡോക്ടർമാരാണ് എൽസമ്മയെ ചികിത്സിച്ചിരുന്നതെന്ന് അവൻ പറഞ്ഞു. അതിലൊരാൾ ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ചന്ദ്രശേഖര വാര്യരാണ്. അലീന ആദ്യം അദ്ദേഹത്തെ കണ്ടു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോകുമ്പോൾ പേഷ്യൻറ്റിന് നല്ല മാറ്റമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്ന ശേഷം ഒരു സ്ട്രോക്ക് കൂടി ഉണ്ടായി. രണ്ടാമതും സ്ട്രോക്ക് ഉണ്ടായാൽ പിന്നെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ചന്ദ്രശേഖര വാര്യർ അത് പറയുമ്പോൾ അലീന സങ്കടത്തോടെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അലീന കാണിച്ച ക്യാപ്സ്യൂളുകളും ടാബ്ലറ്റുകളും അയാൾ നോക്കി. മെഡിസിൻസ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല. ഓർത്തോ സ്പെഷ്യലിസ്റ്റ് കുര്യാക്കോസ് ആയിരുന്നു അടുത്ത ഡോക്ടർ. ബാക്ക് ബോണിന് ഒരു പൊട്ടലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതത്ര സീരിയസ് അല്ല. ഞാൻ പ്ലാസ്റ്റർ ഇട്ടാണ് വിട്ടത്. തുടർന്ന് അയാൾ കേസ് ഷീറ്റ് പരിശോധിച്ചു. എക്സ്റേ ഫിലിമും MRI സ്കാൻ റിസൾട്ടും ഒരിക്കൽ കൂടി നോക്കി. പ്ലാസ്റ്റർ അഴിഞ്ഞു പോയി എന്നുള്ളത് സാരമില്ല. ഇവിടെ തന്നെ 2 ആഴ്ചയോളം കിടന്നതല്ലേ, അതിനകം ശരിയായിട്ടുണ്ടാവണം. മാത്രവുമല്ല പേഷ്യൻ്റ് അനങ്ങാൻ വയ്യാതെ കിടപ്പായിരുന്നല്ലോ. ഡിസ്ചാർജ് ആയതിനു ശേഷം പ്ലാസ്റ്റർ വേണമെന്ന് തന്നെ ഇല്ലായിരുന്നു. ടോജോ പരിചയപ്പെടുത്തിയ 3ാമത്തെ ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് മാത്തുക്കുട്ടിയായിരുന്നു. മാത്തുക്കുട്ടി അല്പം ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അയാൾ ചോദിക്കുകയാണ്, ആരുണ്ട് ആ സ്ത്രീയെ കെയർ ചെയ്യുവാൻ? ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും പ്രോപ്പർ കെയർ അവർക്ക് കിട്ടിയിട്ടില്ല. കുറേ റിലേറ്റീവ്സ് വല്ലപ്പോഴും വന്ന് മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നിട്ടങ്ങ് പോകും. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയപ്പോഴേ എനിക്കറിയാം അവർക്കിനി അധികം ആയുസില്ലെന്ന്. അവർക്ക് രണ്ടാമതൊരു സ്ട്രോക്ക് വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അലീന ആ വഴക്കെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനി എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു തന്നാൽ അതുപോലെ ഞാൻ ചെയ്യാം. ഇനി എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു സാധ്യതയും ഇല്ലേ ഡോക്ടർ? പറയുന്നത് പോലെയൊക്കെ ആര് ചെയ്യും? ആ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സിനെ എനിക്കറിയാം. മക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്യില്ല. ഞാൻ ചെയ്തോളാം ഡോക്ടർ. നിങ്ങളാരാണ്? ഞാനും ഒരു ബന്ധുവാണ്.
എന്നിട്ട് എവിടെയായിരുന്നു ഇത്രയും നാൾ? വിവരം അറിയാൻ കുറച്ച് വൈകി. ഇത്രയും സീരിയസ് ആണെന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് പേഷ്യൻറ്റിൻ്റെ കൂടെ താമസിക്കാൻ പറ്റുമോ? പറ്റും. എത്ര നാൾ? അവർക്ക് സുഖമാകുന്നതുവരെ. വെറുതെ ഒരു കസേരയും ഇട്ട് ബെഡിനരികെ നോക്കിയിരുന്നാൽ പോരാ, നന്നായിട്ട് ജോലിയെടുക്കണം. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ ശുശ്രൂഷിക്കുമോ അതുപോലെ വേണം അവരെ പരിചരിക്കാൻ. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ ശ്രമിക്കാം ഡോക്ടർ. പേഷ്യൻറ്റിൻ്റെ എൽഡർ സിസ്റ്റർ 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ആ വീട്ടിൽ ചെന്നു. പേഷ്യൻറ്റിനെ കണ്ടു. യാതൊരു വൃത്തിയുമില്ലാത്തൊരു മുറി, ആരും കെയർ ചെയ്യാനില്ലാതെ ഒരു മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നത് പോലെ. അത് ശരിയാണ് എന്ന രീതിയിൽ അലീന തലയാട്ടി. അപ്പോൾ അയാൾ വീണ്ടും പറയുകയാണ്, അവരോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, ആരും ഒന്നും ചെയ്തില്ല. എന്നാലും ഒന്നുകൂടെ പറയാം, ഒരു ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത്രയും ആകട്ടെ എന്ന് കരുതി മാത്രം. 24 മണിക്കൂറും അറ്റൻഷൻ കൊടുക്കണം പേഷ്യൻറ്റിന്. ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. അത് തന്നെ പല ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ ഘട്ടം പാസീവ് എക്സർസൈസ് ആണ്. തളർന്നു കിടക്കുന്ന വശം, കൈയും കാലും തോളും കഴുത്തുമെല്ലാം മസാജ് ചെയ്തുകൊണ്ടേയിരിക്കണം. കൈകളും കാലുകളും നമ്മൾ തന്നെ പിടിച്ചു മടക്കുകയും നിവർത്തി കൊടുക്കുകയും ചെയ്യണം. കൈയുടെയും കാലിൻ്റെയും വിരലുകളും മടക്കി നിവർത്തിക്കൊണ്ടിരിക്കണം. പ്രധാനമായും 3 കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബ്ലഡ് സർക്കുലേഷന് കുഴപ്പം വരാതെ നോക്കുക. രണ്ടാമത്, കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ ജോയിൻസിൻ്റെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. സന്ധികൾ പ്രവർത്തനക്ഷമമാക്കി സൂക്ഷിക്കുകയാണ് ലക്ഷ്യം. മൂന്നാമത്, മസിൽ ശോഷിച്ചു പോകാതെ നോക്കണം. ഇതാണ് പാസീവ് എക്സർസൈസ്. ഇത് നമ്മൾ ആഴ്ചകളോളം ക്ഷമയോടെ പ്രതീക്ഷയോടെ ചെയ്തുകൊണ്ടേയിരിക്കണം. അക്കൂടെ തന്നെ പൊസിഷൻ ചേഞ്ചിങ് നടത്തണം. ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉവ്വെന്ന് അലീന തലയാട്ടി. ഓരോ മണിക്കൂറും ഇടവിട്ട് പേഷ്യൻറ്റിൻ്റെ കിടപ്പിൻ്റെ പൊസിഷൻ മാറ്റണം. 1 മണിക്കൂർ നേരെ കിടന്നാൽ അടുത്ത 1 മണിക്കൂർ വലത്തുവശത്തേക്ക് ചരിച്ച്, പിന്നെ 1 മണിക്കൂർ ഇടതുവശത്തേക്ക് ചരിച്ച്, വീണ്ടും നേരെ. രാത്രിയിൽ ഇത് 2 മണിക്കൂർ ഇടവിട്ട് ചെയ്യണം. രാത്രിയിൽ പൊതുവെ ചൂട് കുറവാണല്ലോ. പേഷ്യൻറ്റിന് ബെഡ് സോർ വരാതിരിക്കുവാൻ വേണ്ടിയാണിത്. അല്ലെങ്കിൽ ദേഹം പഴുത്തു പൊട്ടും. നിങ്ങളുടെ പേഷ്യൻറ്റിന് ഒരു വാട്ടർ ബെഡ് പോലും ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല. 4 ദിവസം മുമ്പ് വരെ ഇല്ലായിരുന്നു. ഇന്ന് തന്നെ വാങ്ങാൻ ഡോക്ടർ. ആ, ഇപ്പോൾ തന്നെ ബെഡ് സോർ ആയി കാണുമല്ലോ. ഉവ്, ആയിട്ടുണ്ട്. അതിൻ്റെ ചികിത്സ വേറെയാണ്. നിങ്ങളൊന്ന് ഫിസിഷ്യനെ കണ്ടിട്ടേ പോകാവൂ. ശരി ഡോക്ടർ. തീർന്നില്ല. ഇനി 2ാം ഘട്ടം ആക്റ്റീവ് എക്സർസൈസ് ആണ്. അത് ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. അതായത് പേഷ്യൻറ്റിനെ എൻകറേജ് ചെയ്ത് അവരെ കൊണ്ട് കൈകാലുകൾ താനെ മടക്കാനും നിവർത്താനും പ്രേരിപ്പിക്കുക. ശുശ്രൂഷിക്കുന്നയാൾക്ക് അസാമാന്യമായി ക്ഷമ ആവശ്യമുള്ളൊരു ഘട്ടമാണിത്. 100 തവണ നിങ്ങൾ നിർബന്ധിക്കുമ്പോഴായിരിക്കും പേഷ്യൻ്റ് 1 തവണ കൈയൊന്ന് മടക്കാൻ ശ്രമിക്കുന്നത്. കാരണം അത്രയ്ക്കും വീക്കായിരിക്കും അവരുടെ മസില്. പിന്നെയും പിന്നെയും നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി 3ാമത്തെ ഘട്ടം ആക്റ്റീവ് അസിസ്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. പേഷ്യൻ്റ് താനെ കൈയും കാലും ഒക്കെ ചലിപ്പിച്ചു തുടങ്ങും. പക്ഷേ നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യണം. എന്നുവെച്ചാൽ താങ്ങി എഴുന്നേൽപ്പിക്കുക, തിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സഹായിക്കുക. പേഷ്യൻ്റ് തനിയെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചെറിയൊരു താങ്ങും വലിയൊരു പ്രോത്സാഹനവും കൊടുക്കുക. അലീന എല്ലാം തല കുലുക്കി സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഇനി 4ാമത്തെ ഘട്ടം ആക്റ്റീവ് റെസിസ്റ്റീവ് എക്സർസൈസ് എന്ന് പറയും. അതായത് പേഷ്യൻ്റ് തനിയെ കൈയും കാലുകളും വിരലുകളും മടക്കാനും നിവർത്താനും ഒക്കെ തുടങ്ങും. പക്ഷേ നമ്മൾ അതിനെ എതിർക്കണം. പേഷ്യൻ്റ് കൈമുട്ട് മടക്കുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ അതിനെതിരായിട്ട് ബലം പിടിക്കണം. എന്നിട്ട് മടക്കാൻ പ്രേരിപ്പിക്കണം. മസിൽസിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയാണിത്. ഇതിനെ ആക്റ്റീവ് സ്ട്രെങ്തനിങ് എക്സർസൈസ് എന്നാണ് പറയുന്നത്. അടുത്തത് 5ാമത്തെ ഘട്ടം. അപ്പോഴേക്കും പേഷ്യൻ്റ് തനിയെ എഴുന്നേൽക്കാനും ഇരിക്കാനും അല്പം നടക്കാനും ഒക്കെ സാധിക്കുന്ന സ്ഥിതിയിലെത്തും. 5ാമത്തെ ഘട്ടത്തിൽ പലതരത്തിലുള്ള എക്സർസൈസുകളുണ്ട്. സൈക്ലിങ്, റോവിങ്, ഷോൾഡർ വീൽ, റോപ്പ് ആൻഡ് പുള്ളി. ഇതെല്ലാം ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ആദ്യം ഇത്രടം വരെ ഒന്ന് എത്തട്ടെ. ഇപ്പോഴും ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുക. 24 മണിക്കൂറും പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ സാധിക്കുമോ? അലീന ദൃഢമായ സ്വരത്തിൽ പറയുകയാണ്. സാധിക്കും ഡോക്ടർ, ഞാൻ നോക്കിക്കൊള്ളാം. ആ, പലരും സമ്മതിച്ച് തലകുലുക്കിയൊക്കെ അങ്ങ് പോകും. ആദ്യത്തെ 3-4 ദിവസം ഒരുമാതിരിയൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഒരു ഭാരമാകും. അടുത്തിരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. സ്വന്തം മക്കൾ പോലും അതിനുള്ള സന്നദ്ധത കാണിക്കില്ല. അവർക്കൊക്കെ പറയാൻ 100 കാരണങ്ങളും ന്യായങ്ങളും കാണും. ഭാരമൊഴിഞ്ഞാൽ മതിയെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ അധികം വൈകാതെ ആയുസ് എത്തുകയും ചെയ്യും. അത്തരം 100 കണക്കിന് കേസുകൾ എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഇടയ്ക്ക് ചോദിക്കാൻ ഞാനങ്ങ് മറന്നു. എന്താണ് പേര്? അലീന. എന്തു ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ പ്രായമായവരെ ശുശ്രൂഷിച്ച് മുൻപരിചയമുണ്ടോ? ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ ആ കോൺഫിഡൻസ് കണ്ടിട്ട് ഞാനങ്ങ് ചോദിച്ചതാണ്. ഉണ്ട് ഡോക്ടർ, എനിക്ക് പരിചയമുണ്ട്. വെരി ഗുഡ്. പക്ഷേ ബെഡ് സോർ ആയിക്കഴിഞ്ഞ നിലയ്ക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്. സാരമില്ല. പേഷ്യൻറ്റിൻ്റെ ആരാണെന്നാ പറഞ്ഞത്? ബന്ധുവാണ്. അലീന പുഞ്ചിരിച്ചു. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണണം. ഞാൻ ഫോൺ നമ്പർ തരാം. ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും എന്നെ വിളിച്ച് സംശയം ചോദിക്കാം. മാത്തുക്കുട്ടി ഫോൺ നമ്പർ അടിച്ച കാർഡ് കൊടുത്തു.
അലീന നന്ദി പറഞ്ഞ് കൺസൾട്ടിംഗ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് അവൾ ഫാർമസിയിലേക്ക് വന്നത്. ബെഡ് സോറിന് ചികിത്സിക്കാൻ ആവശ്യമായ മരുന്നുകൾ ഫാർമസിയിൽ നിന്ന് വാങ്ങി. വാട്ടർ ബെഡ് അവിടെ കിട്ടുമായിരുന്നില്ല. പുനലൂരിലോ കൊട്ടാരക്കരയിലോ പോകേണ്ടി വരുമെന്ന് ഫാർമസിയിൽ നിന്നും ഉപദേശം കിട്ടി. അലീന ബൈജുവിനെ സമീപിച്ച് 10,000 രൂപ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പുനലൂരിൽ പോയി വാട്ടർ ബെഡ് വാങ്ങണം. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് തന്നെ വേണം വാങ്ങാൻ. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് കിട്ടും. ഇത് പുനലൂരിൽ കിട്ടിയില്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് പോകണം. എത്ര രൂപയാകും? എനിക്കറിയില്ല. ഏതായാലും ഇത് തികയാതെ വരില്ല. പോയിട്ട് വാ. ഞാനും ടോജോയും കൂടി ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കൊള്ളാം. കേട്ടയുടൻ തന്നെ ബൈജു നേരെ പുനലൂർക്ക് വെച്ചു പിടിച്ചു. അലീനയും ടോജോയും ഓട്ടോറിക്ഷയിൽ അഞ്ചലിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേ അലീന കണ്ടു റീത്താമ്മയുടെ വീട്ടുമുറ്റത്ത് കാറും ജീപ്പും ബൈക്കുമൊക്കെ. റീത്താമ്മയുടെ ആങ്ങളമാർ എത്തിച്ചേർന്നിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ടാനിയ ക്ലാസ് കഴിഞ്ഞെത്തിയിരുന്നു. അവൾ റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയി. വാങ്ങിക്കൊണ്ടുവന്ന മരുന്നുകളും മറ്റ് സാധനങ്ങളും അലീന എൽസമ്മയുടെ മുറിയിലെ ടീപ്പോയിമേൽ വെച്ചു. ടെൽസ അലീനയെ പറ്റിക്കൂടി അവൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഏതാനും മിനിറ്റുകൾക്കകം സിറ്റൗട്ടിലും ലിവിംഗ് റൂമിലും കാൽപ്പെരുമാറ്റങ്ങളും അടക്കിപ്പിടിച്ച സംഭാഷണങ്ങളും കേൾക്കായി. അലീന വാതിൽ തുറന്നു നോക്കി. എൽസമ്മ ആന്റിയുടെ സഹോദരന്മാരും റീത്താമ്മ ആന്റിയും. മുൻപിൽ നിൽക്കുന്നത് അച്ചൻകുഞ്ഞാണ്. അച്ചൻകുഞ്ഞ് മീശ പിരിച്ചുകൊണ്ട് അലീനയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ വേണ്ടിയാ നീ വന്നിരിക്കുന്നതെന്ന് ഇവിടെ ആരാണ്ട് പറയുന്നത് കേട്ടു. അലീന പറഞ്ഞു, ശരിയാണ്. വയ്യാതെ കിടക്കുന്നവരെയെല്ലാം ശുശ്രൂഷിക്കാൻ നീ ആരാടി? മദർ തെരേസയോ? ഞങ്ങളുടെ പെങ്ങളെ നോക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് ഇവിടെ ഒരുത്തിയുടെയും ഓശാരം വേണ്ട. അപ്പോൾ അലീന, എൽസമ്മ ആന്റിയുടെ ചികിത്സാ കാര്യങ്ങൾ ഏർപ്പാടാക്കേണ്ടത് എൽസമ്മ ആന്റിയുടെ ഭർത്താവാണ്. എൽസമ്മ ആന്റിയെ ശുശ്രൂഷിക്കേണ്ടത് അവരുടെ മക്കളും. നിങ്ങൾക്കല്ല അതൊന്നും തീരുമാനിക്കാനുള്ള അവകാശം. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവളെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവൾക്ക് വേണ്ടി മുറിയും ബുക്ക് ചെയ്തു. അവിടെ അവളെ ശുശ്രൂഷിക്കാൻ നല്ല ഒന്നാം തരം ഹോം നേഴ്സുമാരുണ്ട്. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മനസ്സിടിഞ്ഞുപോയി. അവൾ രോഷാകുലയായിട്ട് പറയുകയാണ്, അതിനേക്കാൾ ഭേദം ഈ മുറ്റത്തൊരു ശവക്കുഴി തോണ്ടി അതിനകത്തിട്ട് ജീവനോടെ കുഴിച്ചു മൂടുന്നതാ. അതൊക്കെ വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തോളാമടി. നിന്റെ ഉപദേശമൊന്നും വേണ്ട. നാളെ രാവിലെ വണ്ടി വരും അവളെ കൊണ്ടുപോകാൻ. ഉടനെ അലീന വീറോടെ പറയുകയാണ്, ഈ മക്കളുടെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് അവരുടെ അമ്മയെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അവളുടെ ഒരു ആവേശം കണ്ടില്ലേ, പൊട്ടിപ്പെണ്ണ്. അച്ചൻകുഞ്ഞ് അത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അലീന അപ്പോൾ ഒരു പിന്തുണ പ്രതീക്ഷിച്ച് എൽസമ്മയുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. ടാനിയ മറുപക്ഷത്താണെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. എന്നിട്ടും അവൾ ചോദിച്ചു, മോളെ, മമ്മിയെ വല്ലയിടത്തും കൊണ്ടുപോയി തള്ളിക്കളയുന്നതാണ് നല്ലതെന്നാണോ നിന്റെ അഭിപ്രായം? ടാനിയ റീത്താമ്മയെ നോക്കി. ഞങ്ങളെ നോക്കണ്ട, നീ പ്രായപൂർത്തി വന്നവളാ. അവനവൻ്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ച് പറയിച്ചതാണെന്നൊന്നും വരുത്തണ്ട. ടാനിയ മൗനമായി നിൽക്കുകയാണ്. പെട്ടെന്ന് അലീനയ്ക്ക് ദേഷ്യം വന്നു. അവൾ പറയുകയാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ നിങ്ങളിങ്ങനെ കൈ കഴുകി മാറി നിൽക്കുകയൊന്നും വേണ്ട. ഈ കുട്ടികൾ എന്തു മറുപടി പറഞ്ഞാലും അത് നിങ്ങളുടെ പ്രേരണ കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ബാക്കിയുള്ളവരെന്താ വെറും വിഡ്ഢികളാണോ? അപ്പോൾ ഏലിയാസ് ഒരു താക്കീതോടുകൂടി പറയുകയാണ്, നീ ഇവിടെ നിന്ന് കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ട. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മാത്രം മതി. പെട്ടെന്ന് ടാനിയ പറയുകയാണ്, ഞങ്ങളുടെ മമ്മിയെ നോക്കാനാണെന്നും പറഞ്ഞ് ആരും ഇവിടെ വന്ന് നിൽക്കണ്ട. എനിക്കിഷ്ടമല്ല. ഇതുവരെ ഇല്ലാത്ത സഹായവും ബന്ധവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. മമ്മിയുടെ കാര്യം റീത്താമ്മ ആൻറ്റിയും ഞങ്ങളുടെ അങ്കിൾമാരും കൂടി നോക്കിക്കൊള്ളും. ഉടനെ വീണ്ടും അലീന ടാനിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അവർ പറഞ്ഞത് നീ കേട്ടില്ലേ ടാനിയ? ഏതോ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ പോവാണെന്ന്. അത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ സാമുവലാണ് മറുപടി പറയുന്നത്, വൃദ്ധസദനത്തിലല്ലടി, ചിലപ്പോൾ ഓർഫനേജിലായിരിക്കും. നിനക്കെന്താ നഷ്ടം? അത് കേട്ടുകൊണ്ട് അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അലീന പറയുകയാണ്, ഓർഫൻ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഞാനൊരു ഓർഫനേജിൽ 23 വർഷം ജീവിച്ചവളാ. തുടർന്ന് നെഞ്ചിൽ തൊട്ടുകൊണ്ട് അലീന പറയുകയാണ്, എനിക്കറിയാം അതിൻ്റെ അർത്ഥം. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെന്നോ സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരെന്നോ അല്ല, ബന്ധുക്കളായ ആരുമില്ലാത്തവർ. എൽസമ്മ ആന്റിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ട്, ആങ്ങളമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെയും മക്കളുണ്ട്. അങ്ങനെയുള്ളവരെ കൊണ്ടുചെന്ന് തള്ളാനുള്ള സ്ഥലമല്ല ഓർഫനേജുകൾ. അപ്പോൾ ഏലിയാസ്, ഞങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിലേ ഞങ്ങൾ സൗകര്യമുള്ളതുപോലെ ചെയ്തോളാം. അലീന പെട്ടെന്ന് ടാനിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അവളെ വിളിക്കുകയാണ്, മോളെ, 24 മണിക്കൂറും ശ്രദ്ധ വെച്ച് അത്ര സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മമ്മിക്കിനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതിന് ടാനിയ, മമ്മിയെ നോക്കാൻ ആളുള്ളിടത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആര് നോക്കും? ഭക്ഷണവും മരുന്നും മാത്രം കൊടുത്താൽ പോരാ, അതിൽ കൂടുതൽ ആര് ചെയ്യും? സ്വന്തം മക്കളായ നിങ്ങൾ പോലും ചെയ്യാൻ തയ്യാറല്ല, പിന്നെയാണോ മറ്റുള്ളവർ? നീ നിന്റെ മമ്മിയുടെ പുറം കണ്ടായിരുന്നോ? എവിടെ കൊണ്ടുപോയാലും നിന്റെ മമ്മി രക്ഷപ്പെടില്ല, അതൊരു ഹോസ്പിറ്റലാണെങ്കിൽ പോലും. ഉടനെ റീത്താമ്മ പറയുകയാണ്, ഞങ്ങൾക്കത് പുതിയ അറിവൊന്നുമല്ല. 4 ദിവസം മുമ്പ് വന്ന് നോക്കിയിട്ട് ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞതാ, ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന്. ആ ഡോക്ടറോട് ഞാനിന്ന് സംസാരിച്ചിരുന്നു.
ഡോക്ടർ അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. നിങ്ങളുടെ അനുജത്തിയെ നിങ്ങൾ സംരക്ഷിക്കുന്ന രീതി കണ്ടപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ അധികം ഒന്നും മുമ്പോട്ട് പോവില്ലെന്ന്. എടീ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെന്റെ കൂടപ്പിറപ്പാ, ആ ദണ്ണം വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അത് കേട്ടുകൊണ്ട് റീത്താമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന പറയുകയാണ്, ശരി, നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് വിട്ടുതാ. എന്നിട്ട് വേണം നിനക്കും സ്റ്റാൻലിക്കും പറഞ്ഞുകൊണ്ട് നടക്കാൻ. എൽസമ്മയുടെ അവസാന കാലത്ത് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്നപ്പം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതേതായാലും വേണ്ട. അപ്പോൾ വീണ്ടും ടാനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അലീന ചോദിക്കുകയാണ്, മോളെ, നിങ്ങൾ പറയും, മമ്മി ഇങ്ങനെ കിടന്ന് മരിച്ചു പോട്ടെ എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? മരിച്ചു പോകണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല ആരും. മമ്മിയുടെ കാര്യത്തിൽ ചെയ്യാനുള്ളതൊക്കെ റീത്താമ്മ ആൻറ്റി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളും റീത്താമ്മ ആൻറ്റി തന്നെ അങ്ങ് ചെയ്തോളും. അലീന ടോജോയുടെ മുഖത്തേക്ക് നോക്കി, ടോജോ, ഞാനിവിടെ താമസിച്ച് നിന്റെ മമ്മിയെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അവൻ ഭിത്തിയിലൂടെ പോകുന്ന ഉറുമ്പിനെ ഞെരടിക്കൊണ്ട് ആരുടെയും മുഖത്ത് നോക്കാതെ പറയുകയാ, എനിക്കറിയത്തില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. നീ അറിയണമല്ലോ, 10-15 വയസ്സായില്ലേ നിനക്ക്? ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നില്ലേ എൻ്റെ കൂടെ? അവനൊന്നും മിണ്ടാതെ വരിവരിയായി പോകുന്ന ഉറുമ്പുകളുടെ മേൽ ചൂണ്ടുവിരലമർത്തി ഞെരടിക്കൊണ്ട് നിന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.